ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്ന് എല്ലാവർക്കും ഉണ്ടാക്കി വയ്ക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു ക്രീമി ചിക്കൻ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ചിക്കൻ റാപ്പാണ് നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ബട്ടർ ചേർക്കുന്നത്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി. വെളിച്ചെണ്ണ അങ്ങനെ വേണ്ട, നമുക്കൊരു ഫ്ലേവർ ഇല്ലാത്ത ഓയിലാണ് കേട്ടോ വേണ്ടിയത്. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. നമുക്ക് മിൻസ്ഡ് മീറ്റാണ് കേട്ടോ വേണ്ടത്. അതായത് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് മിക്സിയിലൊന്ന് കറക്കിയിട്ടെടുക്കുക കേട്ടോ. നല്ലോണം അരച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് നമ്മളിതൊന്ന് ഈ ഒരു ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് നന്നായിട്ട് ഇളക്കി ഈ ഒരു മീറ്റിൻ്റെ കളറ് ഒരു പിങ്ക് കളറായിരിക്കും അല്ലേ, അതൊന്ന് മാറി ഒരു വൈറ്റ് കളറായിട്ട് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്നാവും കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 1 കപ്പാണ് കേട്ടോ ഉണ്ടാവുക. 250 ml കപ്പിൽ 1 കപ്പ് ചിക്കനാണ് ഉണ്ടാവുക. ജസ്റ്റ് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ലൈറ്റ് ഒരു വൈറ്റ് കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. സവാളയും കൂടിയും ചേർത്തിട്ട് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കുക. വഴറ്റിയെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചിക്കനിൽ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളമൊക്കെ വന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഒരു 3/4 ടീസ്പൂൺ മതി. വെളുത്തുള്ളിൻ്റെയും ഒന്നും ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കാൻ പാടില്ല. ഒരു ക്രീമി ടേസ്റ്റാണ് നമുക്കിതിന് വേണ്ടിയത്. വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഒരു ഫുൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. ഇതും ഇതുപോലെ തന്നെ വഴറ്റിലൊന്നുമില്ല, നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിൽ സ്പൈസസ് ഒന്നും അധികം യൂസ് ചെയ്യണില്ല. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടി അതിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ ഉള്ളിയൊക്കെ വഴറ്റി ഇതെല്ലാം ഓരോന്നോരോന്ന് വഴറ്റിയിട്ട് ലാസ്റ്റ് ചിക്കൻ ചേർക്കുന്നതും എന്നാൽ ആദ്യം തന്നെ ചിക്കൻ ചേർത്തിട്ട് ഇതൊക്കെ പിന്നീട് അതിൽ ചേർത്ത് വഴറ്റും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ ടേസ്റ്റിൽ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ടേ ഉള്ളൂ, ഈ മീറ്റൊന്നും കുക്കായിട്ടില്ല. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ കുക്കാക്കിയാൽ മതിയാവും കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, അതിലിങ്ങനെ ചെറുതായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും കുക്കായിക്കണമെന്ന്. അതിന് ശേഷം മൂടി തുറന്ന് വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ നല്ലോണം ഡ്രെയിൻ ആക്കി എടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇങ്ങനെ നല്ലോണം സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ നല്ലോണം ഇങ്ങനെ സ്പ്രിങ്കിളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ ആ മൈദപ്പൊടിയൊക്കെ ഒന്ന് കുക്കായി നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ സമയത്ത് നമുക്കിതിൽക്കൊരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പാലും കൂടിയും ചേർത്ത് കഴിഞ്ഞ് മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ ആ മൈദയൊക്കെ ഒന്ന് വെന്തിട്ട് ഇതൊന്ന് തിക്കായി ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വരും. പിന്നെ നമ്മളടുത്ത് ക്രീം ചീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് ക്രീം ചീസൊക്കെ അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു അഡീഷണൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ എരിവ് പോരാന്നുള്ള ആൾക്കാരുണ്ടാവില്ലേ, കുറച്ച് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നല്ല ക്രഷ് ചെയ്തിട്ടുള്ള ഉണക്കമുളക് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ, പൊടികളൊന്നും നമ്മളിതിൽ വേറെ ചേർക്കണില്ല, പെപ്പർ പൗഡർ അല്ലാതെ. കണ്ടോ, നല്ല തിക്കായിട്ട് വരുന്നത് വരെ നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് സോയ സോസും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ സോയ സോസും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ എന്താ പറയുക, ഒന്നും കൂടി ഒന്ന്
ഡ്രൈ ആകുന്ന രീതിയിൽ കേട്ടോ. നമുക്കിതൊരു ഫില്ലിംഗ് ആക്കി കൊടുക്കാനുള്ളതല്ലേ. നമുക്ക് ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പാസ്ത വേവിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക, നൂഡിൽസ് വേവിച്ചിട്ട് മിക്സാക്കി കൊടുക്കുകയൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു ഫില്ലിംഗ് ആക്കി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി നോക്കുന്നത്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് മല്ലിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒറിഗാനോ ചേർക്കുക എന്നുണ്ടെങ്കിൽ മല്ലിൻ്റെ ഇല ചേർക്കേണ്ട ആവശ്യമില്ല. മല്ലിൻ്റെ ഇല ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒറിഗാനോ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. രണ്ടും കൂടി ചേർക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ചൂട് ആറുമ്പോൾ ഒന്നും കൂടി തിക്കാവും കേട്ടോ. ഇനി നമുക്ക് ഇതിൽക്കൊരു റാപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. മിക്സിൻ്റെ ജാറിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇതിൽക്ക് ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലൊരു 1.5 കപ്പൊക്കെ വെള്ളം വേണ്ടി വരും കേട്ടോ. ഒരു 3/4 കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. പിന്നെ 2 കോഴിമുട്ടയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയ നാടൻ മുട്ടയാണ്, അപ്പോൾ അതുകൊണ്ടാണ് 2 ചേർക്കുന്നത്. നോർമലി നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കോഴിമുട്ടയാണെങ്കിൽ ഒറ്റൊന്നെ മതി. ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമുക്ക് വെള്ളം പോരാന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വെള്ളം കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പൊക്കെ വെള്ളം ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൂസിൽ, നമ്മൾ ദോശമാവില്ലേ ആ ഒരു ലൂസിലാണ് കേട്ടോ ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ ഒരു ലൂസാകുന്ന വരെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന സ്നാക്ക് 7 പീസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് നമുക്കൊരു ദോശ പോലെ ചുട്ടെടുക്കുക. കനം കുറച്ച് പരത്തിയിട്ടുള്ള ദോശ പോലെ. ഏറ്റവും കനം കുറച്ച് പരത്തുമ്പോഴാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കനം കുറച്ച് പരത്തിയിട്ട് ദോശ പോലെ ചുട്ടെടുക്കണം. അപ്പോൾ എന്താ പറയുക, കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ നെയ്യോ എണ്ണയോ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോൾ നമ്മളൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മാവ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. 1-2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ചെറുതായിട്ട് കുക്കായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യുക. ഇത് ക്രിസ്പി ആവാനോ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, കളർ ചേഞ്ച് ചെയ്യാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ആ ഒരു ഷീറ്റ് 2 സൈഡും ഒന്ന് കുക്കായാൽ മാത്രം മതി. കണ്ട നമ്മൾ ഈ ഒരു റാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം. അത്യാവശ്യം വലിയൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാനിൽ ഈ സൈസിലുള്ള 7 പീസാണ് കേട്ടോ ഞാൻ 1.5 കപ്പ് മൈദ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല കനം കുറച്ച് പരത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ക്രിസ്പിയായി പോകാനൊന്നും പാടില്ല, കളറൊന്നും ചേഞ്ചായി പോകരുത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മളിത് റോൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകും. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ദോശകളും ചുട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ടവൽ പോലെയാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്കിതെങ്ങനെ റോൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമുക്കിതിനൊരു സൈഡൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊരു ഗ്ലൂ വേണം കേട്ടോ. അതിന് മൈദപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സാക്കി എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു ദോശൻ്റെ ചുറ്റും വട്ടത്തിൽ നമുക്കിതൊന്ന് അറ്റത്ത് കൂടെ മാത്രം നമുക്കിതൊന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ സ്പൂണൊന്നും വെച്ച് ആക്കണ്ട കേട്ടോ, അപ്പോൾ കൂടുതലായി പോവും. നമ്മൾ കൈയും കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുറച്ചെടുത്തിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്താൽ മതി. നമ്മളിത് എണ്ണയിൽ പൊരിക്കുന്നതൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ എന്താ പറയുക, കുക്ക് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ഗ്ലൂ ഒന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിന് ശേഷം നമുക്ക് ഫില്ലിങ്, ബാക്കി ഭാഗത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് വെക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ മൊത്തം ഫില്ലിങ്ങിന് 7 ആക്കിയിട്ട് ഡിവൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ഒരു പോർഷൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. കണ്ട ഇതേപോലെ. അതിന് ശേഷം ബാക്കി ഭാഗത്തേക്ക് നമ്മളുടെ ഈ ഒരു ക്രീമി ചിക്കൻ ഫില്ലിങ് തീരെ കനം കുറച്ച് പരത്തുക. ഫില്ലിങ് കൂടി പോകരുത് കേട്ടോ. കൂടിപ്പോയാൽ ഇത് റോൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറഞ്ഞ അളവിൽ മതി ഉള്ളത്. നല്ല ഒരേ കനത്തിലാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് അങ്ങോട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. ആ കട്ട് ചെയ്ത ഭാഗത്തേക്ക് വല്ലാതെ വേണ്ട കേട്ടോ. നമുക്ക് അവിടെ പിടിച്ചാണ് ഇത് റാപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് വല്ലാതെ വേണ്ട. ബാക്കി എല്ലായിടത്തേക്കും ഒരേ കനത്തിലാകുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ കോണാക്കിയിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗം ഒന്നാണ് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ തന്നെ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചോളും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആ ബാക്ക് ഭാഗം മാത്രം ഒന്ന് പിടിച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം നല്ല സൈസിലേക്ക് കേട്ടോ ഇതുണ്ടാവുക. നമ്മളൊരു വലിയൊരു ദോശ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ റോൾ ചെയ്ത് വരുമ്പോൾ നല്ലോണം ഫില്ലിങ്ങും ഉണ്ടാവും. അത്യാവശ്യം നല്ല സൈസിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഒരു റാപ്പ് തന്നെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് മടക്കിയെടുക്കേണ്ടത്. ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ മതി. അത് അവിടെ ഇട്ടിരുന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എണ്ണയിൽ ഇട്ട് ഫ്രൈ ആക്കല്ലാത്തതുകൊണ്ട് തന്നെ അത് ഓപ്പണായി പോകുന്നില്ല.
അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാ പീസും നമുക്ക് ഇങ്ങനെ ഒന്ന് റോളാക്കിയിട്ടെടുക്കാം. ഇനി ഫൈനലായിട്ടൊരു കുക്കിങ്ങും കൂടിയുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് പാനിൽ നമ്മൾ ഒരു 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ അതിനുള്ള അത്ര അളവിലുള്ള എണ്ണ മതി കേട്ടോ. അങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ എന്തെണ്ണ വേണമെങ്കിലും എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്നാക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു മുട്ട, കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഡെക്കറേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ ഈ മുട്ടയിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പേപ്പർ പൗഡറോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ട് എഗ്ഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ മേലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ എഗ്ഗ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് തിരിച്ചിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അത്യാവശ്യം സൈസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം കെയർഫുള്ളി വേണം ഇത് തിരിച്ചിടാനൊക്കെ. അതിനുശേഷം മറ്റേ സൈഡിലും കൂടിയും എഗ്ഗ് ആക്കി കൊടുത്തിട്ട് അപ്പോഴേക്ക് താഴ്ഭാഗമൊക്കെ കുക്കായിട്ടുണ്ടാവും കേട്ടോ. ഇത് നമ്മൾ ഫ്രൈ ആവാനോ ക്രിസ്പി ആവാനോ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കളറൊന്ന് ചേഞ്ചായി ഒന്ന് ചുവന്ന് വരണം, അത്ര നേരം വരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതാ എല്ലാ പീസും തിരിച്ചു വിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെയും കൂടിയും ഒന്ന് കളർ ചേഞ്ച് ആയിക്കോട്ടെ. അങ്ങനെ 2 സൈഡും കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ക്രീമി ചിക്കൻ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ചിക്കൻ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ളതുകൊണ്ട് തന്നെ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഒരാൾക്ക് ഒന്ന് തന്നെ മതിയാവും കേട്ടോ. വയറ് ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നല്ല വീഡിയോസും റെസിപ്പീസും വ്ലോഗുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കിനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.